എടാ നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ സെക്കൻഡ് വീഡിയോയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ട്രാൻസ് കണ്ടക്റ്റൻസ് സ്മോൾ സിഗ്നൽ അനാലിസിസ് ഒക്കെ ആയിരിക്കും. സ്മോൾ സിഗ്നൽ, ലാർജ് സിഗ്നലൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രാൻസ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ? ജി എം എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ട്രാൻസ് കണ്ടക്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ജി എം ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ഡെറിവേറ്റീവ് ഓഫ് ഐ ഡി ബൈ ഡി ബൈ ഡി വി ജി എസ് ഓഫ് ഐ ഡി എന്നായിരിക്കും നമ്മുടെ ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെക്കണം. നമുക്ക് ഐ ഡിയുടെ ഇക്വേഷൻ ഓൾറെഡി അറിയാം. ഓക്കെ, നമുക്ക് എന്തിൻ്റെ അറിയാം? സാച്ചുറേഷൻ റീജിയനിലെയാണ് ഇത്. സാച്ചുറേഷൻ റീജിയനിലെ ഐ ഡിയുടെ ഇക്വേഷൻ അറിയാം. ആ ഇക്വേഷൻ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിറൈവ് ചെയ്യുമ്പം ഇത്രയും പാർട്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അയാളെ അങ്ങനെ തന്നെ എഴുതി. ഇത് വിത്ത് റെസ്പെക്റ്റ് ടു വോൾട്ടേജ് വി ജി എസിൻ്റെ ആയതുകൊണ്ട് ഇത് സിംഗിൾ ടേം ആയതുകൊണ്ട് ഇയാളുടെ മാത്രമായിരിക്കും നമ്മൾ എന്തെടുക്കേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 2x അല്ലേ? ഇതുപോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി. പിന്നെ അകത്തുള്ള വി ജി എസിൻ്റെയും കൂടെ ഒരു ഡെറിവേറ്റീവ് വരുമ്പോഴത്തേക്കിന് 1 ആയിപ്പോവും. അത് പോട്ടെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്നിട്ട് ഈ 2 ഈ 2 കൂടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ നമുക്ക് ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? ജി എം ഇസ് ഈക്വൽ ടു മ്യൂ എൻ സി ഒ എക്സ് ഡബ്ല്യു ബൈ എൽ വി ജി എസ് മൈനസ് വി ടി എന്ന് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് വി ജി എസ് മൈനസ് വി ടിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജി എം ബൈ മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ എന്ന് എഴുതാവേ. ഇതിനകത്തിലെ ഈ ഒരു ഇക്വേഷൻ വി ജി എസ് മൈനസ് വി ടി എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനായ ഐ ഡിയുടെ കറണ്ടിനകത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് എല്ലാം കുറേ ക്യാൻസൽ ആവാനുള്ളതൊക്കെ ക്യാൻസലായി പോയിട്ട് ഐ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ജി എം സ്ക്വയർ ഹാഫ് ഇൻറ്റു 1 ബൈ മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ എന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും, അതായത് മ്യൂ എൻ സി ഒ എക്സ് ഇത് ഇൻറ്റു ഡബ്ല്യു ബൈ എല്ലിന് നമ്മൾ ജി എം എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാലും എന്ത് വരും? ഹാഫ് ഇൻറ്റു ജി എം ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി നമുക്ക് കിട്ടും. ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചിലപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടില്ലായിരിക്കും. ചിലപ്പോൾ നേരെ ഡയറക്റ്റ് ജി എം ആയിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഐ ഡി ആയിരിക്കും നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഇതുപോലെ പല ടൈപ്സ് ഓഫ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. അതേപോലെ തന്നെ വി ജി എസ് മൈനസ് വി ടിക്ക് നമുക്ക് എന്തെന്നും അറിയാം? 2 ഇൻറ്റു ഐ ഡി ബൈ ജി എം എന്നും അറിയാം. അങ്ങനെ അതിനകത്തുനിന്ന് നമുക്ക് ഐ ഡിയുടെ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ജി എമ്മിൻ്റെ എഴുതാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇക്വേഷൻസ് എല്ലാം എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. ഇനിയാണ് നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടിലോട്ട് കിടക്കുന്നത്, ലാർജ് സിഗ്നൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്തുണ്ട്? നമ്മുടെ മോസ് ഉണ്ട്. നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് എൻ മോസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, വി ഡി ഡി ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഇതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് ആയിരിക്കും എന്ത്? നമ്മുടെ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഡിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഐ ഡി ഈസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഔട്ട് വരും. വി ഔട്ട് ബൈ ആർ ഡി ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഐ ഡി എങ്ങനെ എഴുതാൻ പറ്റും? ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഡി ഡി ബൈ ആർ ഡി മൈനസ് വി ഔട്ട് ബൈ ആർ ഡി എന്ന് കിട്ടുവേ. അതിൽ നിന്ന് വി ഔട്ടിൻ്റെ ഇക്വേഷൻ എഴുതുക. ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി എന്ന് എഴുതി. ഈ ഇക്വേഷൻ അവിടെ ഇരിക്കട്ടെ, നമുക്ക് വേണം. ഇനി നമ്മൾ നമ്മുടെ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കറിയാമല്ലോ, ഈ ക്യൂ പോയിന്റ്. നമ്മൾ ക്യൂ പോയിന്റ് എപ്പോഴും സെറ്റ് ചെയ്യുന്നത് എവിടെ ആയിട്ടായിരിക്കും? സെൻട്രലായിട്ടായിരിക്കും. ഒരു ഗ്രാഫിൻ്റെ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ഗ്രാഫ് വരുന്നുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന പോയിൻ്റാണ് നമ്മൾ ക്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിൻ്റ് നമ്മളൊരു ഏകദേശം ഒരു മിഡിൽ റീജിയനിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതിൻ്റെ ഫങ്ഷൻ ഏറ്റവും കറക്റ്റ് ബെസ്റ്റ് ആംപ്ലിഫിക്കേഷൻ കിട്ടാനായിട്ട്, ഇങ്ങനെ ഒരു സിഗ്നലിൻ്റെ ബെസ്റ്റ് ആംപ്ലിഫിക്കേഷൻ കിട്ടാനായിട്ട് നമ്മൾ ക്യൂ പോയിൻ്റ് എപ്പോഴും എവിടെ ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്? സെൻട്രലായിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. മണ്ടയ്ക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ വേവ് ഫോമിൻ്റെ അപ്പർ പാർട്ട് ക്ലിപ്പ് ഓഫ് ആയി പോകും. അതേപോലെ തന്നെ ഒത്തിരി താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് ഫോമിൻ്റെ ഡൗൺവേർഡ് താഴത്തെ നെഗറ്റീവ് ആക്സിസിലേതും എന്തായിട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? കട്ട് ഓഫ് ആയി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനിയും നമ്മൾ ലാർജ് സിഗ്നൽ അനാലിസിസ് ഓരോ റീജിയൻ വൈസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ട്രയോഡ് റീജിയനിലെ ചെയ്യും, ഫസ്റ്റ് ബിഗിനിങ്ങിലെ ചെയ്യും, കട്ട് ഓഫ് റീജിയനിലെ ചെയ്യും, സാച്ചുറേഷൻ റീജിയനിലെ ചെയ്യും, ട്രയോഡ് റീജിയനിലേതും ചെയ്യും. അപ്പോൾ ഇതിങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ ആയിരിക്കും. ഈ ഒരു സാധനം വരുന്നത് കട്ട് ഓഫ് റീജിയന്, ഇയാൾ നമ്മുടെ സാച്ചുറേഷൻ റീജിയന്, ഇയാൾ നമ്മുടെ ട്രയോഡ് റീജിയനും ആയിരിക്കും വരുന്നത്. ഇത് നമ്മുടെ ട്രയോഡ് റീജിയനും ആയിട്ടായിരിക്കും വരുന്നത്. ഇത് എന്തൊക്കെ കൂടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? വി ജി എസും വി ഡി ഡിയും, വി ഔട്ടും വി ജി എസും കൂടെ.
ഇത് നമ്മൾ ഗെയിനാണ് ഈ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതെന്താ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്? ഗെയിനാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. വി ഔട്ട് ബൈ വി ഇൻ, അതായത് നമ്മുടെ VDD ബൈ VGS ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ ഇനി ഓരോ പോയിന്റിലും നോക്കാം. അറ്റ് എ എന്ന് പറയുന്ന പോയിന്റ് വരെ എന്താണ്? കട്ട് ഓഫ് റീജിയൻ ആണ്. കട്ട് ഓഫ് റീജിയനിൽ എന്തെങ്കിലും വോൾട്ടേജ് ഉണ്ടോ? ഇല്ല. അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കറണ്ട് 0 എന്നുള്ള വാല്യൂ നമ്മൾ വി ഔട്ടിൻ്റെ ഇക്വേഷനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? നമുക്ക് VDD എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ AB എന്ന് പറയുന്ന റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് റീജിയനാണ്? സാച്ചുറേഷൻ റീജിയൻ ആണ് ഇവിടെ വരുന്നത്. സാച്ചുറേഷൻ റീജിയനിലെ കണ്ടീഷൻ എന്താ? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് കറസ്പോണ്ടിങ് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടി കൂടുതലാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ മോസ്ഫെറ്റ് എന്താവത്തുള്ളൂ? ഓൺ ആവത്തുള്ളൂ. അതായത് VDS നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ്, ഡ്രെയിനിന് കൊടുക്കുന്ന വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ VGS മൈനസ് VTH ആയിരിക്കണം. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് വോൾട്ടേജ് മൈനസ് VT നമ്മൾ കൊടുക്കുന്നത്. സാച്ചുറേഷൻ റീജിയനിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എടുത്ത് എഴുതി വെക്കുക. ഈ കറണ്ടിൻ്റെ ഇക്വേഷൻ എവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? വി ഔട്ടിൻ്റെ IDക്കകത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഔട്ട് ഇസ് ഈക്വൽ ടു VDD മൈനസ് ഐഡിയുടെ ഇക്വേഷൻ നമുക്കുണ്ട്. ഹാഫ് ഇൻറ്റു RD എന്ന് നമുക്ക് കിട്ടും വി ഔട്ടിൻ്റെ ഇക്വേഷൻ. അതിന് പ്രശ്നമില്ലല്ലോ. ഈ ഒരു റീജിയൻ, ഈ ഒരു കറസ്പോണ്ടിങ് സാച്ചുറേഷൻ റീജിയനിലായിരിക്കും നമ്മുടെ മോസ്ഫെറ്റ് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ആംപ്ലിഫയർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. നമ്മളത് പറഞ്ഞായിരുന്നല്ലോ. എപ്പോഴായിരുന്നു? സ്വിച്ചായിട്ടും ആക്ട് ചെയ്യും, ആംപ്ലിഫയർ ആയിട്ടും ആക്ട് ചെയ്യും. സ്വിച്ച് ഇപ്പോഴില്ല. നമ്മുടെ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് റീജിയനിലാണ്? സാച്ചുറേഷൻ റീജിയൻ. ആ സാച്ചുറേഷൻ റീജിയനിൽ തന്നെ അതങ്ങനെ അങ്ങനെ റിമൈൻ ചെയ്യിക്കാനായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ? അതിന് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബയാസിങ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ വി ഔട്ടിൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നമ്മളിത് എന്താ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്? ഗെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? AV. ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗെയിൻ ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ നമ്മൾ ചെയ്യണം. നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇതിൻ്റെ വി ഔട്ടിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു വി എൻ നമ്മളിവിടെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കിന് ഫസ്റ്റ് സാധനം എന്തുവായിരുന്നു? VDDയുടെ ഡെറിവേറ്റീവ് എന്താ? 0 തന്നെ നമുക്ക് കിട്ടി. 0 മൈനസ് മറ്റതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കിന് ഈ μn CoX ഇത്രയും പാർട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് നമ്മുടെ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞ d/dx ഓഫ് x² എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. 2x എന്ന് നമുക്ക് കിട്ടും. ആ 2 ഇൻറ്റു VGS മൈനസ് VT എന്ന് നമുക്ക് കിട്ടി. ഈ 2 കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഫൈനലി നമ്മുടെ ഗെയിൻ നമുക്ക് എന്തെന്ന് കിട്ടി? AV ഈസ് ഈക്വൽ ടു മൈനസ് μn CoX W/L RD ഇൻറ്റു VGS മൈനസ് VT എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതാണ് എന്ത്? നമ്മുടെ ഗെയിനിൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ഇൻഫറൻസ് കിട്ടുന്നത്? ഗെയിനിൻ്റെ ഇക്വേഷനകത്തുനിന്ന് നമ്മുടെ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമായിട്ട് പ്രപ്പോർഷണലാണ്? μn CoX RD ഇൻറ്റു W/L പ്രപ്പോർഷണലാണ്. അല്ലെങ്കിൽ നിൻ്റെ വേവ് ഇത്രയേ ഉള്ളെന്നുണ്ടെങ്കിൽ ആ വേവ് എത്ര ടൈം ആംപ്ലിഫൈ ആവും? μn CoX ഇൻറ്റു RD ടൈംസ് ആംപ്ലിഫൈ ആവും. ഈ നെഗറ്റീവ് സിമ്പിൾ എന്തിനെയാണ് കാണിക്കുന്നത്? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഞാൻ ഇങ്ങനൊരു വേവ് ഫോമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ എത്ര യൂണിറ്റ്സ് മൾട്ടിപ്ലൈ ആയി നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടും? μn CoX RD ഇൻറ്റു W/L. അത്രയും ആംപ്ലിഫിക്കേഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഇതാണ് എവിടെ നിന്ന് നമുക്ക് ഏത് പാർട്ടിലെ ഗെയിന്? സാച്ചുറേഷൻ റീജിയനിലെ ഗെയിന്. ഇനി നമ്മുടെ BC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിൻ്റെ ഇങ്ങോട്ടുള്ള പാർട്ട്. BC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിൻ്റെ ഇങ്ങോട്ടുള്ള പാർട്ട്. അതെന്തായിരുന്നു? നമ്മുടെ ട്രയോഡ് റീജിയൻ ആയിരുന്നു. ട്രയോഡ് റീജിയനിലെ IDയുടെ ഇക്വേഷൻ അറിയാം. സിമിലർലി നമ്മൾ ഇതിനകത്തിൽ കൊണ്ടുവന്ന IDയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ID ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ VDD. മറ്റേതിനകത്തിലോട്ട് നമ്മൾ മുമ്പ് എഴുതിയ ഈക്വേഷനകത്തിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഈ ID ഈസ് ഈക്വൽ ടു ഇവിടെ IDRD. ഇതിപ്പം ഈ IDയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്തിലോട്ട് വി ഔട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം വി ഔട്ട് ബൈ RD ഈസ് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഈ വി ഔട്ട് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഒരുപാട് സ്മോൾ ആയതുകൊണ്ട് നമ്മൾ അയാളെ എന്ത് ചെയ്യും? അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് VDD മൈനസ് വി ഔട്ട് ബൈ RD എന്തെന്ന് കിട്ടി? μn CoX W/L VI മൈനസ് VT ഇൻറ്റു വി ഔട്ട് എന്ന് നമുക്ക് കിട്ടി. അതിൽ ഈ വി ഔട്ടിനെ നമ്മൾ ഇവിടുത്തെ വി ഔട്ട് ബൈ RD ആയിരുന്നല്ലോ, നമ്മൾ ഇയാളെ വി ഔട്ട് ബൈ RDനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് RD ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും. അവിടുന്ന് വി ഔട്ടിനെ നമ്മൾ കോമൺ എടുക്കും. VDD ബൈ RD ഈസ് ഈക്വൽ ടു വി ഔട്ട് ഇൻറ്റു μn CoX W/L RD ഇൻറ്റു VI മൈനസ് VT മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും.
അതിൽ നിന്ന് വി ഔട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? വി ഡി ഡി ബൈ 1 + μnCox × W/L × RD × 1 - VT എന്ന് കിട്ടി. അതേപോലെ നമുക്കൊരു ഇക്വേഷൻ കൂടെ അറിയാം. നമ്മുടെ ട്രയോഡ് റീജിയനിലാവുമ്പോൾ എന്തോടെ വരും? ഒരു റെസിസ്റ്ററൂടെ വരും, സ്മോൾ ആർ ഡി എസ്. ആ സ്മോൾ ആർ ഡി എസിൻ്റെ വാല്യൂ ആണ് 1/μnCox W/L × Vi - VT. ഈ വാല്യൂവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എങ്ങനെ വരും? ഇത് 1/a, അപ്പോൾ μnCox, അപ്പോൾ നമുക്ക് എങ്ങനെ വരും? μnCox W/L × Vi - VT = 1/RDS എന്ന് വരും. ഇതിനെ നമ്മൾ എവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തെന്ന് കിട്ടി? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തെന്ന് കിട്ടി? വി ഔട്ട് = VDD / 1 + RD/RDS എന്ന് കിട്ടി. ഇതിനെ ഒന്ന് സോർട്ട് ചെയ്ത് വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ വി ഔട്ട് = VDD × RDS/RD എന്ന് കിട്ടി. ഇതിപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയാസ് ആയിട്ടാണ് നമുക്ക് എന്തിവിടെ ആക്ട് ചെയ്യുന്നത്? ട്രയോഡ് റീജിയനിലെ നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് ഇവിടെ നമ്മൾ ഗേറ്റ് വരച്ചു, ഇവിടെ നമ്മൾ സോഴ്സ് വരച്ചു, ഇവിടെ നമ്മൾ ഡ്രെയിനിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സ് എന്താ വരുന്നത്? 1/2 μnCox W/L × VGS - VT എന്ന് വരും. ഇവിടെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കും, ഇവിടെ നമ്മുടെ ഗേറ്റ് വോൾട്ടേജ്. ഇവിടെ തമ്മിൽ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്. താഴത്തെ സോഴ്സും, കാരണം ഗേറ്റും ഡ്രെയിനോടെ കണക്റ്റ് ആവുന്നില്ല, നമ്മൾ സോഴ്സിൽ നിന്നാണ് ഡ്രെയിനിലോട്ടുള്ള കണക്ഷൻ വരുന്നത്. അതാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. പ്രശ്നമില്ലല്ലോ. ഇതായിരുന്നു നമ്മുടെ ലാർജ് സിഗ്നൽ അനാലിസിസ്.